26-27 സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക ബജറ്റ് വന്നു കേന്ദ്രത്തിന്റെ. പക്ഷെ കേരളത്തിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലാത്തൊരു ബജറ്റാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സാധാരണക്കാർക്കും പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, 2026 ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം 2025 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരും. അതാണ് ആകെയുള്ള ഒരു കാര്യം. സ്ലാബ് റേറ്റിൽ ഒരു മാറ്റവും. കഴിഞ്ഞ വർഷം ബജറ്റിൽ എന്താണ് പ്രഖ്യാപിച്ചത് അത് തന്നെയാണ് ഈ വർഷം കണ്ടിന്യൂ ചെയ്തത്. പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും ഇല്ല. മൂന്നാമത്തെ കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചറും ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അതിന്റെ ചെലവ് കുറച്ചൊന്ന് കൂടും, കിട്ടുന്ന ലാഭം കുറച്ചൊന്ന് കുറയും. നാലാമത്തെ കാര്യം, ആകെയുള്ള ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയത്, ഈ വിദേശത്തേക്കൊക്കെ പേയ്മെന്റ് അയക്കുന്ന സമയത്ത് ട്രാവൽ പർപ്പസിന് വേണ്ടിയിട്ട് യാത്രക്കാർ, അതേപോലെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി വിദേശത്തേക്ക് പോകുമ്പം TCS ആയിട്ട് കൊടുക്കേണ്ട പെർസെൻറ്റേജ് 5-ൽ നിന്ന് 2 എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ആകെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ നാട്ടിനും നാട്ടുകാർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ ബജറ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. കേരളത്തിന് പ്രത്യേകിച്ച് പുതിയതായിട്ട് പദ്ധതികളോ വികസന കാര്യങ്ങളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.